രസം ഉണ്ടാവും. വള പൊരിച്ചതും കൊട പുഴുങ്ങിയതും ഭയങ്കര രസാ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ പുതിയൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. അതിനായി നമ്മുടെ കുക്ക് വിളിക്കാം. പറഞ്ഞു എന്താണ് നമ്മുടെ റെസിപ്പിന്റെ പേരെന്താണ്? കൊട പുഴുങ്ങിയതും വള പൊരിച്ചതും. ആവശ്യമായ സാധനങ്ങൾ 2 കൊട, പൊരിക്കാനായി 2 കുപ്പിവളകൾ. ഓക്കെ, റനു, ആരാണ് നിനക്ക് ഇത് കാണിച്ചു തന്നത് ഈ ഒരു കുക്കിംഗ്? വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം റുബീൻ താത്തയുടെ മാപ്പിളയായ ആപ്പിയാണ്. ഓക്കെ, അപ്പൊ കുക്കിങ്ങിലേക്ക് കിടക്കാല്ലേ? ആദ്യം തന്നെ വെള്ളം വെച്ചിട്ട് നമുക്ക് കൊട പുഴുങ്ങാം. ആദ്യം 2 കൊട പുഴുങ്ങാണ്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെള്ളം തിളക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആവുന്നവരെ മൂടി വെക്കാം. ഇനി അടുത്തതായി നമുക്ക് വള പൊരിക്കാൻ വെച്ചമ്പ് വെക്കാം. എന്നിട്ട് വള അതിലേക്ക് ഇടാം. തിളച്ച് വരുന്ന എണ്ണയിൽ വളയിടാം. നല്ല പൊട്ടുന്നുണ്ടല്ലേ? എടാ, മണം വരുന്നുണ്ടോ? മണം എങ്ങനെ എല്ലാം 2 സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം തന്നെ നമ്മൾ വള പൊരിച്ചാണ്. നല്ലൊരു മണം വരുന്നുണ്ടല്ലേ? നല്ലൊരു മണം. ഓഹോ, നൈസ്. കാണുമ്പോ തന്നെ തിന്നാൻ തോന്നുന്നു. അടുത്തത് നമുക്ക് കപ്പ പുഴുങ്ങിയതാക്കാം. കൊട പുഴുങ്ങിയത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ കൊട പ്ലേറ്റിലേക്കാം. ഓ മൈ ഗോഡ്. അപ്പൊ നമ്മുടെ കൊട പുഴുങ്ങിയതും വള പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കാം. കൊട പുഴുങ്ങിയതും വള പൊരിച്ചതും ടേസ്റ്റ് ചെയ്തോ? പൊന്നു